എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹാബിൾഡ് യോഗയുടെ ഫാസ്റ്റിംഗ് ഗ്രൂപ്പിലും ഒക്കെ ചേർന്ന് ഡയബറ്റിസ് റിവേഴ്സലിനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഞാനതിന്ന് പിൻവാങ്ങി. കാരണം എനിക്ക് അങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പ്രയാസം തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് CCF വാട്ടർ. അപ്പോൾ ഞാൻ CCF വാട്ടർ നെറ്റിൽ നോക്കിയപ്പോൾ നമ്മുടെ ശില്പ ഷെട്ടി, രാജ് കുന്ദ്രയുടെ വൈഫ് ശില്പ ഷെട്ടിയും മറ്റ് പലരും നമ്മളുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഒക്കെ പണ്ടേ തൊട്ടേ ഈ CCF വാട്ടറിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഈ CCF വാട്ടർ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളത് ദിവസം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയുകയും നമ്മുടെ ഗ്യാസ് ആൻഡ് ബ്ലോട്ടിങ് കുറയുകയും ചെയ്യും. കുറേ ഓൾമോസ്റ്റ് പോകും. പിന്നെ നമുക്ക് ആ ഗ്യാസിനെ കുറിച്ച് വളരെ വി വിൽ ഫീൽ വെരി ലൈറ്റ്. ആ ലൈറ്റ് ഫീലിംഗ് നമുക്കത് ഉണ്ടാക്കും. അപ്പൊ ഈ CCF വാട്ടർ എന്ന് പറഞ്ഞാൽ കൊറിയാണ്ടർ, ക്യൂമീൻ ആൻഡ് ഫെനൽ. കൊറിയാണ്ടർ എന്ന് പറഞ്ഞാൽ അറിയാലോ മല്ലി, ക്യൂമീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ജീരകം, ഫെനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുംജീരകം. ഇത് മൂന്നും ഇട്ട് തിളപ്പിച്ചാണ് ഈ ബേസിക് ആയിട്ടുള്ള CCF വാട്ടർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഞാൻ അതിൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ ഈ ഞാൻ കണ്ട ആയുർവേദ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് വേറെ ചില സാധനങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്ന്. അത് ഞാൻ ചിലപ്പോഴൊക്കെ ഒക്കെ ആഡ് ചെയ്യും. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ പറയാം. നമ്മൾ ആദ്യം 2 ഗ്ലാസ് വെള്ളം എടുക്കണം. ഇത് അതിനകത്ത് ഇരിക്കുന്ന വെള്ളം ഇച്ചിരി ഡൈല്യൂട്ട് ആയിട്ടുള്ളതാണ്. കാരണം ഞാൻ ഫുൾ ടൈം തിളപ്പിക്കാതെയാണ് ഇത് എടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ കൊറിയാണ്ടർ, ക്യുമിൻ, ഫെനൽ വാട്ടർ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം ഇതുപോലെ ഒരു അരിപ്പ എടുക്കണം. നമുക്കിത് കഴുകണമല്ലോ. അപ്പോൾ അതിൽ 1 ടീസ്പൂൺ കൊറിയാണ്ടർ ഇടണം. 1 ടീസ്പൂൺ കൊറിയാണ്ടർ, 1 ടീസ്പൂൺ മല്ലി. പിന്നെ വേണ്ടത് സാധാരണ നമ്മൾ ചായ എടുക്കുന്ന ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഫെനൽ, അതായത് പെരുംജീരകം. അര ടീസ്പൂൺ സാദാ ജീരകം. ഇത് 1/2 ടീസ്പൂൺ അളവാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന സ്പൂണിന്റെ 1/2 എടുത്താൽ മതി. 1/2 ടീസ്പൂൺ സാദാ ഓർഡിനറി ജീരകം, നല്ല ജീരകം എന്നൊക്കെ ചിലർ പറയും. പിന്നെയുള്ള സാധനമാണ് ഓമം. ഓമം നമ്മൾക്ക് ഗ്യാസ്ട്രിക് ട്രബിളുകൾക്കെല്ലാം നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഇത് കഴിഞ്ഞു ഗ്യാസ് വന്നുകൊണ്ട് എടുത്ത് 1/4 ടീസ്പൂൺ ഓമം. ഇതാണ് അവർ പറഞ്ഞ അളവ്. ഇതിൽ കൊറിയാണ്ടർ ശരീരം തണുപ്പിക്കും, കൊറിയാണ്ടറും ഫെനലും ഒക്കെ തണുപ്പ് ഉള്ളതും ജീരകം ചൂടുള്ളതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഫെനൽ പിന്നെ നമ്മുടെ ഓമം വളരെ ശക്തമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് കാരണം ആണ് അത് വളരെ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാം മാറ്റിവെക്കുക. പിന്നെ വേണമെങ്കിൽ അതിലേക്ക് ചെറിയ കഷ്ണം പട്ട ഇടാം. ഇത് തീരെ ചെറുതായിപ്പോയി. ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മളുടെ വീട്ടിലെ സിലോൺ സിനമൺ മരത്തിൽ നിന്നുള്ള പട്ടയായതുകൊണ്ടാണ് ഇത് ഓഡ് ഷേപ്പിലൊക്കെ ഇരിക്കുന്നത്. അതും കൂടെ ഇതിലിട്ടു. ഇതിനി പൈപ്പിന്റെ അടിയിൽ പിടിച്ച് അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഒഴിച്ച് നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 ഗ്ലാസ് വെള്ളം, അതിനുള്ള അളവാണിത്, ഒരാൾക്കുള്ള അളവ്. 2 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോൾ ഈ കഴുകി വെച്ചിരിക്കുന്ന CCF, കൊറിയാണ്ടർ, ക്യൂമിൻ, ഫെനൽ, അജ്വൈൻ, അതായത് ഓമം, വേണമെങ്കിൽ സിന്നമൺ, വേണമെങ്കിൽ ഇച്ചിരി കാടമം, ഇതിലേതെങ്കിലും ഒന്നിട്ടാൽ മതി. സിന്നമൺ അല്ലെങ്കിൽ ഒരു ചെറിയ 2 കുരു, ഏലത്തിരി എന്ന് പറയുമല്ലോ, അല്പം ഏലത്തിക്ക, ഏതേലും ഇടാം. ഇട്ടിട്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഇടുന്നത്. 10 മിനിറ്റ് എങ്കിലും തിളയ്ക്കണം. അപ്പൊ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആകണം. വലിയ ഗ്ലാസ് വെള്ളം അല്ല വെക്കേണ്ടത്. 1 ഗ്ലാസ് ആയി വരും. 1 ഗ്ലാസ് ആയി വരുമ്പോൾ ഇതിനേക്കാളും കടുത്ത നിറമുള്ള ഒരു വെള്ളം കിട്ടും. ഈ വെള്ളം നമ്മൾ രാവിലത്തെ ചായക്ക് പകരം ആദ്യം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് കുടിക്കുക. അത് കഴിഞ്ഞ് ഉണ്ണുന്നതിന് മുമ്പ് ഇച്ചിരി കുടിക്കുക. ഈ 1 ഗ്ലാസ് വെള്ളം പല പ്രാവശ്യമായിട്ട് വൈകുന്നേരം വരെ വെച്ച് ഇത്രയും വെച്ച് കുടിക്കുക. ആ വെള്ളം കുടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം ആ ഫെനൽ, അതായത് പെരുംജീരകത്തിന് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. അതെല്ലാം കൂടെ വരുമ്പോൾ ജീരകവെള്ളം നമ്മൾ കുടിച്ച് ശീലിച്ചവരാണ്. ഓമം വളരെ കുറച്ചേ നമ്മൾ ഇടുന്നുള്ളൂ. കൊറിയാണ്ടർ വലുതായിട്ട് രുചികളൊന്നും വരുത്തുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം. അപ്പൊ ഈ വെള്ളം നമ്മൾ കുടിക്കുക. ആ വീഡിയോ ഇട്ടവർ പറഞ്ഞ 8 ദിവസം നിങ്ങൾ കുടിച്ച് നോക്ക് എന്ന് പറഞ്ഞ്.
ചിലർ 8 അല്ല അത് 2 മാസമൊക്കെ കുടിച്ച് 3 മാസം കുടിക്കുന്നവരും ഒക്കെ ഉണ്ട്. ആർക്കും അതൊരു ഉപദ്രവം ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ 8 ദിവസം കുടിക്കുമ്പോഴേ നമ്മൾ അതിന്റെ വ്യത്യാസം അറിയുകയുള്ളൂ എന്നാണ് ഈ 8 ദിവസം കുടിച്ചു നോക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ 8 ദിവസം കുടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടവയറൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ വിചാരിക്കും. കുറെ വയറങ്ങ് ഒതുങ്ങും. ഗ്യാസ് എന്നുള്ള ഫീലിങ്ങേ വരികയില്ല, ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഈ വെള്ളം എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. നമ്മുടെ എല്ലാ നടുവേദനയും മുതുകുവേദനയും ഒന്നും പോവുകയൊന്നുമില്ല, പക്ഷെ ഓൾ ടുഗെദർ നമ്മൾക്കൊരു ബെറ്റർ ഫീലിംഗ് ഉണ്ടാവും. ഇത് കടുത്ത മരുന്നൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ 5-6 ഗ്ലാസ് ഉണ്ടാക്കിയല്ല, 1 ഗ്ലാസ് ആക്കി ആ ഒരു ഗ്ലാസ് നമ്മൾ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമായിട്ട് കുടിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറേശ്ശെയായിട്ട് ആ ദിവസം ആ 1 ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പൊ ഇത് കുടിച്ചിട്ട് നമുക്ക് 8 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വയറൊക്കെ വളരെ ശാന്തമായിട്ടിരിക്കുന്നത് പോലെ തോന്നും. വയറൊക്കെ ഒതുങ്ങിയിരിക്കും. അതാണ് എനിക്ക് വന്ന മാറ്റം. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ തുടർന്നുകൊണ്ടും പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ വേറെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കൊത്തമല്ലി എന്ന് പറയുന്നത്, മല്ലി, ജീരകം, പെരുംജീരകം, പട്ട, ഏലക്ക, അജ്വൈൻ, ഓമം. ഇത് ഏലക്കായും പട്ടയൊക്കെ ഒന്നിച്ചിടണ്ട. ഒന്നുകിൽ ചെറിയ കഷ്ണം പട്ട, അല്ലെങ്കിൽ ഒരു ഏലക്കായുടെ അകത്തുള്ള കുരു, ഇത്രയൊക്കെ ഇടാവൂ കേട്ടോ. പറഞ്ഞ അളവിൽ വേണം എല്ലാം എടുക്കാൻ. അത് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. 2 ഗ്ലാസ് 1 ഗ്ലാസ് ആക്കണം. അപ്പോ ഇതെല്ലാം, ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൽ ഇഫക്റ്റ് ഉള്ളതാണ്. കുറച്ച് ഇഫക്റ്റ് അതിനുണ്ട്. അപ്പൊ അത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ഇതൊന്നും ഇൻസുലിൻ കുത്തിവെക്കുന്നത് പോലെയോ ഡയമൈക്രോൺ തിന്നുന്നത് പോലെയോ ഒന്നും ഡ്രമാറ്റിക് ഡിഫറൻസ് ഉണ്ടാക്കുകയില്ല. ചെറുതായിട്ട് നമ്മളുടെ സിസ്റ്റമിൽ ഇത് ആക്ട് ചെയ്ത് നമ്മളുടെ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് റിലീസോ ലിവറിനെ അല്ലെങ്കിൽ പാൻക്രിയാസിനെ അല്ലെങ്കിൽ കുടലിനെ ഒക്കെ ചെറിയ തേതിയിലൊക്കെ ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ തന്നെ ഇത് എഫക്റ്റ് ചെയ്യുകയും അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഗ്ലൂക്കോസ് കൂടുന്നത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഇത് കുടിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിക്കുകയോ അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. പിന്നെ ഉള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ലിവർ ഓർ കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഒന്നും കുടിക്കാതെ ഇരിക്കുകയാണ്. വെള്ളം കുടിക്കാനൊക്കെ ലിമിറ്റേഷൻ ഉള്ള ആളുകളുണ്ട്, കിഡ്നി ഡിസീസുകൾ. അങ്ങനെയുള്ളവരൊന്നും ഇതൊന്നും ചെയ്യാതെ ഇരിക്കണം. ഏതായാലും ഞാനൊരു ഡോക്ടറും അല്ല, ഒരു ഡയറ്റീഷ്യനും അല്ല, വെറും ഒരു രോഗിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡിസ്ക്രിഷൻ ഉപയോഗിക്കണം, ഡോക്ടർമാരോട് ചോദിക്കണം, എന്നിട്ട് വേണം ഈ CCF വാട്ടർ കുടിക്കാൻ. അത് നിങ്ങൾക്ക് എന്തായാലും അതൊരു നല്ല ചേഞ്ച് ആണെന്നാണ് എൻ്റെ വിചാരം. ഈ CCF ടീ ഒരു ഡീടോക്സ് ടീ ആണ്. അതിനോടൊപ്പം തന്നെ ഈ CCF ടീ നമ്മളുടെ വാത, പിത്ത, കഫ ദോഷങ്ങളെ ബാലൻസ് ചെയ്യും എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.